ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ്സ് വ്ലോഗ്സ്. അപ്പോൾ പുറകിൽ നോക്കിയാൽ നിങ്ങൾക്ക് അഭിജിത്ത് ഒരു ബേബി ഷൂട്ട് ചെയ്യുന്നത് കാണാം. ഞങ്ങളിപ്പോൾ ആക്ച്വലി കബൺ പാർക്കിലാണ്. ബാക്കിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് നല്ല സീനറി കാണാം. ഓക്കെ, അതുപോലെ തന്നെ ഇന്ന് ഞാൻ എന്താ പറയുന്നത്, ഗിംബാളൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് വെറുതെ ഒരു വ്ളോഗ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. മെയിൻ റീസൺ ഇവിടെ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഗിംബാളൊക്കെ എടുത്ത് നനയ്ക്കണ്ട എന്നുള്ളൊരു രീതിയിലാണ് ഞാനിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആക്ച്വലി എന്താണ്, പല ടൈപ്പുള്ള കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഞാനിപ്പോൾ ഒത്തിരി വർക്ക് മന്ത്ലി ചെയ്യുന്നുണ്ട്. മീൻസ് ഇപ്പോൾ ഇവരും കൂടെ വന്നതുകൊണ്ട് എവരി 2 ദിവസം കൂടുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടംപോലെ വർക്കുണ്ട്. നമുക്ക് മുൻപത്തേനെക്കാട്ടും കൂടുതൽ കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ പല ടൈപ്പുള്ള ആൾക്കാരെ നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് കസ്റ്റമറെ ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമ്മൾ ഫോട്ടോഗ്രാഫറെ ക്രിട്ടിസൈസ് കൊണ്ട് ഞാൻ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഞാൻ കസ്റ്റമറെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ആദ്യമായിട്ട് പറയാനുള്ളത്, ഫോട്ടോഗ്രാഫിയുടെ മൊത്തത്തിലുള്ള ഒരു എന്ത് പറയുക, നമുക്ക് കിട്ടുന്ന റേറ്റൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. ബാംഗ്ലൂർ ആണെങ്കിൽ തന്നെ റേറ്റൊക്കെ വളരെ കുറവാണ്. കുറയാനുള്ളതിൻ്റെ മെയിൻ റീസൺ, നമുക്കിവിടെ ഒത്തിരി IT ഫീൽഡിലൊക്കെ ഉള്ള ആൾക്കാർ, നിങ്ങൾക്ക് സൗണ്ട് ഒത്തിരി വരുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പറയുന്ന വണ്ടിയുടെ സൗണ്ട് ഒത്തിരി വരുന്നുണ്ടോയെന്ന് അറിയില്ല. എന്നിരുന്നാലും ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. IT ഫീൽഡിലൊക്കെ ഉള്ള ഒത്തിരി ആൾക്കാർ ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ സാറ്റർഡേ സൺഡേ എന്താ പറയുന്നത്, അവരുടെ ഫ്രീ ടൈമിൽ അവരുടെ കയ്യിൽ നല്ല 5D Mark 3 Mark 4 അല്ലെങ്കിൽ സോണി A7 III അങ്ങനെയുള്ള വലിയ വലിയ ക്യാമറകളൊക്കെ ഉള്ള ഇഷ്ടം പോലെ IT ടെക്കീസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവരും ബേബി ഷൂട്ട് മുതലായ കാര്യങ്ങൾ ബാംഗ്ലൂർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോമ്പറ്റീഷനും വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫിയുടെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അവർ വളരെ ചീപ്പ് റേറ്റ്സിലായിരിക്കും ചെയ്ത് കൊടുക്കുന്നത്. അവർക്ക് ജസ്റ്റ് ഒരു പാർട്ട് ടൈം ഇൻകമാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള ഫുൾ ടൈം ഫോട്ടോഗ്രാഫേഴ്സിന് അത് ഇച്ചിരി പാടാണ്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നോക്കിയാൽ അവർക്ക് ചീപ്പ് റേറ്റിൽ ഇതുപോലുള്ള ഫോട്ടോഗ്രാഫേഴ്സിന് കിട്ടും. അവർക്കും എഡിറ്റ് ചെയ്യാനൊക്കെ നല്ലതായിട്ട് അറിയാവുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും ഒരു കാര്യമാണ്. എങ്ങനെ നമുക്ക് നമ്മൾ ഫുൾ ടൈം പ്രൊഫഷണൽ ആണെങ്കിൽ നമ്മുടെ ഫോട്ടോസ് അതുപോലെ മികച്ചിരിക്കണം. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ആളെ ഞാനിവിടെ കാണിക്കാം. ഇവിടെ നിങ്ങൾക്ക് ദൂരത്തിൽ ഒരു ടീമിനെ കാണാം. ഓക്കെ, പുള്ളി ഇവിടെ മാറ്റേണിറ്റി ഷൂട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ഒരു IT മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ ചുമ്മാ പുള്ളിയുടെ ക്യാമറ കണ്ടപ്പോൾ പുള്ളി ഇങ്ങനെ പരിചയപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല. നമ്മളെ ഒത്തിരി എന്ത് പറയുന്നത്, മുതലാക്കാൻ ശ്രമിക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് തന്നെ പറയാം. ബാംഗ്ലൂരാണെങ്കിൽ തന്നെ 1-2 നമുക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഒരു പാക്കേജ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിനോട് പറയുമ്പോൾ, നമ്മളൊരു പാക്കേജ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് നമ്മളോട് മിക്കവാറും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇപ്പോൾ നമുക്ക് 50 ഫോട്ടോസിൻ്റെ ഒരു പാക്കേജ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ 100-150 ഫോട്ടോ എടുത്താലും ഞങ്ങൾക്ക് തരാത്തതെന്ന് നിങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മൾ അത്രയ്ക്കും ഒരു പാക്കേജ് ചെയ്യുമ്പോൾ 50 ഫോട്ടോയുടെ പാക്കേജ് ആണെങ്കിൽ ഈ 50 ഫോട്ടോ എടുക്കാനായിട്ട് ഏകദേശം നമുക്ക് 100-150 ഫോട്ടോ എടുക്കേണ്ടി വരും. അതിൽ നിന്നായിരിക്കും നമ്മൾ 50 സെലക്ട് ചെയ്യുന്നത്. പിന്നെ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു ഹോട്ടലിൽ ചെന്ന് ജസ്റ്റ് ഒരു ടീ ആണ് നിങ്ങൾ ചോദിക്കണമെങ്കിൽ തന്നെ, നമ്മളിപ്പം ഒരു ഗ്ലാസ്സിലേക്ക് ടീ ഒഴിച്ചു, അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പാത്രത്തിൽ ബാക്കി ടീ ഉണ്ട്. അപ്പം എന്തായാലും നിങ്ങൾക്ക് വേണ്ടി അടിച്ച ടീ ആണ്, നിങ്ങളത് ഫുള്ള് എനിക്ക് തരണമെന്ന് നമ്മളൊരിക്കലും പറയാറില്ല. പക്ഷേ ഫോട്ടോഗ്രാഫറിൻ്റെ അടുത്ത് നിങ്ങളിങ്ങനെ പറയാറുണ്ട്. മീൻസ് നിങ്ങൾ 150 ഫോട്ടോ എടുത്തു, 200 ഫോട്ടോ എടുത്ത്, എല്ലാം എനിക്ക് വേണം. ഇതാണ് നമുക്കങ്ങനെ ഫോട്ടോസ്, നമ്മൾ ഈ 100-150 ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് നല്ലത് മാത്രം തരാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ എടുക്കുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സ് ഈ കാര്യങ്ങൾ നമുക്ക് ബാംഗ്ലൂരുള്ള കസ്റ്റമേഴ്സിനോട് എടുത്ത് പറയാൻ സാധിക്കത്തില്ല. ഇപ്പോൾ നാട്ടിലുള്ളവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരോട് പറയാം. അപ്പോൾ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ഒരിക്കലും ഒരു കൂടിയ റേറ്റ് നിങ്ങളോട് കോട്ട് ചെയ്യാറില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കസ്റ്റമേഴ്സിനെ കൊണ്ടാണ്. ഇടയ്ക്ക് എനിക്കൊന്ന് കട്ട് ചെയ്യേണ്ടി വന്നു. എനിക്ക് ജസ്റ്റ് എന്താ പറയുന്നത്, ഓവറോൾ പറയാനുള്ളത്, ഫോട്ടോഗ്രാഫിയും ഒരു പ്രൊഫഷനാണെന്ന് മിക്ക ആൾക്കാരും ആ ഒരു വില തരുന്നില്ല എന്നുള്ളതാണ് മെയിൻ റീസൺ. നമുക്കിപ്പോൾ കേരളത്തിലാണെങ്കിൽ അത്രയും പോലും ഇല്ല. ബാംഗ്ലൂർ പിന്നെയും കുറച്ചും കൂടെ നമ്മുടെ പോർട്ട്ഫോളിയോ മുതലായ കാര്യങ്ങൾ കണ്ടിട്ടാണ് കസ്റ്റമേഴ്സ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ എന്ത് പറയുന്നത്, ബാക്കിയുള്ള പ്രൊഫഷന് കൊടുക്കുന്ന ഒരു വില കസ്റ്റമേഴ്സ് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സിന് കൊടുക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ബേസിക്കലി ഞാനിപ്പോൾ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. പക്ഷേ നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഫോട്ടോഗ്രാഫി മെയിനായിട്ട് ചെയ്യുന്നത്. നമ്പർ ഓഫ് ഫോട്ടോസിൻ്റെ കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്.
ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, രണ്ടാമത്തെ ടോപ്പിക്ക് ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മളിപ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റിലൊരു കൊട്ടേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും കസ്റ്റമേഴ്സ് നമ്മളോട് ഇപ്പോൾ ഞാനിപ്പം ബാംഗ്ലൂരൊക്കെ ചെയ്യുന്നത് ഏകദേശം ഒരു 3500 റുപ്പീസിനൊക്കെയാണ് ഒരു കൊട്ടേഷൻ, ഏറ്റവും കുറഞ്ഞ കൊട്ടേഷൻ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ആ ഒരു റേറ്റിന് കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാലും ആൾക്കാർ വീണ്ടും കുറയ്ക്കാൻ സാധിക്കുമോ എന്നാണ് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ വരുന്ന ഒരു ചിലവ് ഇവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരുടെയും ഒരു വിചാരം, നമ്മൾ ജസ്റ്റ് ഒരു 1 hour സ്പെൻഡ് ചെയ്തെടുക്കുന്ന ഷൂട്ടെന്ന് പറഞ്ഞാൽ ആ 1 hour കൊണ്ട് അവിടെ നമ്മുടെ ടൈം തീരുന്നില്ല. നമ്മളിപ്പോൾ ഈ ജസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ എക്യുപ്മെൻറ്റ്സ് മിക്ക ഫോട്ടോഗ്രാഫേഴ്സും യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ക്യാമറ ബോഡി തന്നെ ഏകദേശം 1.5 lakhs ഒക്കെ വിലയുള്ള ക്യാമറാസാണ് മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വലിയ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടാണ് നിങ്ങൾക്ക് ഈ ഷൂട്ട് ചെയ്തു തരുന്നത്. അപ്പോഴേ അതിൻ്റേതായിട്ടുള്ള ഒരു നമ്മൾ എന്തൊരു എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പണി ആയുധം വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോട്ടോഗ്രാഫറുടെ പണി ആയുധം എന്ന് പറഞ്ഞാൽ ക്യാമറയാണ്, അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബ്രേക്ക് ഈവൻ അല്ലെങ്കിൽ ആ എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടുന്നോളം വരെ ഫോട്ടോഗ്രാഫറിനൊരു ലാഭമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ കസ്റ്റമറുടെ ഭാഗത്ത് നോക്കിയാൽ നമ്മളെപ്പോഴും ഒരു ലാഭമാണ് നോക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ അവരുടെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഭാഗത്തുനിന്നും കൂടി ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു മിനിമം പാക്കേജ് കൊടുത്താലും പിന്നെയും ബാർഗൈൻ ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ ബാംഗ്ലൂർ തന്നെയുണ്ട്. നാട്ടിൽ ചിലപ്പോൾ അതിനെക്കാട്ടും കൂടുതലായിരിക്കും. എനിക്ക് ബാംഗ്ലൂർ ആണെങ്കിൽ ഞാൻ മലയാളീസിൻ്റെ വർക്ക് എടുക്കുന്നത് വളരെ കുറവാണ്. കാരണം ഈ ബാർഗൈനിങ് ആണ്. അതുപോലെ എൻ്റെ കൊട്ടേഷനകത്ത് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് ബാർഗൈനിങ് ബിഫോർ ഓർ ആഫ്റ്റർ ദ ഷൂട്ടിന് മുൻപോ ഷൂട്ടിന് ശേഷമോ ബാർഗൈനിങ് ഇല്ല എന്നുള്ളൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്യാമറ ഇങ്ങനെ പിടിച്ച് ഞാൻ ഫുള്ള് കൈയെല്ലാം കഴിച്ചു. അപ്പോൾ സ്ഥിരമായിട്ട് ഇതുപോലെ ക്യാമറയെ പിടിച്ച് വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെ സമ്മതിക്കണം. എനിക്ക് തോന്നുന്നൊരു ഈ സോണി ക്യാമറയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും തോന്നുന്നു. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ ഒരു ടോപ്പിക്ക് കസ്റ്റമേഴ്സ് അറിയാതെ ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് നമ്മളിപ്പോഴും ഒരു ഫോട്ടോ എടുത്തു, റോ ഫോർമാറ്റിൽ ഫോട്ടോ എടുത്തു, എന്നിട്ട് ഫോട്ടോഷോപ്പിലും ലൈറ്റ് റൂമിലും 1 ദിവസമോ 2 ദിവസമോ ഒക്കെ എടുത്താണ് ചില ഫോട്ടോസൊക്കെ നമ്മൾ റീടച്ച് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ റീടച്ച് ചെയ്ത് കൊടുക്കുന്ന ഫോട്ടോസ് കസ്റ്റമറും ഹാപ്പി ആയിരുന്നു, നമ്മളും ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഈ ഇത്രയും കഷ്ടപ്പെട്ട് കൊടുക്കുന്ന ഫോട്ടോസ്, ഇത്രയും റീടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഫോട്ടോസ് അടുത്ത ദിവസം നോക്കുമ്പോൾ കസ്റ്റമറുടെ ഇൻസ്റ്റഗ്രാമിൽ 1-2 ഫിൽറ്ററൊക്കെ ഇട്ട് വളരെ വൃത്തികേടാക്കി കിടക്കുന്നത് കാണാം. ഇതിപ്പോൾ കസ്റ്റമറുടെ ഫ്രീഡം ഇല്ല എന്നാണ്, അവരുടെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും അതൊരു ഫോട്ടോഗ്രാഫറുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ വളരെ ദുഃഖകരമായ കാര്യമാണ്. അതായത് അവരുടെ ഒരു 1 മണിക്കൂർ നേരത്തെ അല്ലെങ്കിൽ 2 മണിക്കൂർ നേരത്തെ എഫോർട്ട് വെറുതെ ആയി തീരുകയാണ് നിങ്ങളങ്ങനെ ചെയ്യുമ്പോഴും. പിന്നെ വേറൊരു കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാം ഭയങ്കരമായിട്ട് ഓവർ എക്സ്പോസ് ആയിരിക്കും. ഇപ്പോൾ ഡാർക്ക് സ്കിൻ ആണെങ്കിൽ തന്നെ അവർക്ക് ഭയങ്കര പ്രശ്നമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് വെളുത്തിരിക്കണം. ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിൽ വെഡ്ഡിങ്ങിലൊക്കെ അങ്ങനെ ഒരു ട്രെൻഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പണ്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സൊക്കെ അവരുടെ കസ്റ്റമേഴ്സിനെയൊക്കെ വെളുപ്പിച്ച് ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും വെളുത്തിരിക്കണം എന്നുള്ളതാണ് കസ്റ്റമേഴ്സിൻ്റെ ഒരു ഇത്. എന്നിരുന്നാലും എനിക്ക് ഇത് ഫോട്ടോഗ്രാഫി റിലേറ്റഡ് അല്ല. നമ്മളെപ്പോഴും നമ്മുടെ സ്വന്തം സ്കിന്നിനെ കുറിച്ച് അത്രയ്ക്കും ഒരു ബേജാറാവേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ എനിക്കൊന്ന് മലയാളീസിന് ഒരു കോംപ്ലക്സ് ഉണ്ട്, മലയാളീസ് അല്ല പൊതുവെ ഇന്ത്യൻസിന് ഒരു കോംപ്ലക്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ സ്വന്തം സ്കിന്നിനെ കുറിച്ച്, സ്വന്തം കളറിനെ കുറിച്ചൊരു കോംപ്ലക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ കംഫർട്ടബിൾ ആയിരിക്കുക. ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ അവൻ എങ്ങനെയായിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കുന്നു അതിനെ കുറച്ചും കൂടെ ബെറ്ററായിട്ട് കാണിക്കുക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളല്ലാതെ ആക്കി കാണിക്കുക എന്നുള്ളതല്ല ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ഒരു 2-3 പോയിൻറ്റ്സ് ഞാനിപ്പോൾ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അഭിജിത്തിൻ്റെ ഈ ഏരിയയിലുള്ള ഷൂട്ടും ഏകദേശം കഴിയാറായി. ജസ്റ്റ് ഞാൻ അഭിജിത്തിനോട് ചോദിക്കട്ടെ, എങ്ങനെയാണ് ഷൂട്ട് ഈ ഏരിയയിലുള്ള കഴിയാറായോ, അടുത്ത ഏരിയയിലേക്ക് മാറണോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് വ്ലോഗ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ നോക്കിയാൽ അഭിജിത്ത് അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞു. ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും നന്ദി. ഞാൻ പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ ആൾക്കാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.